എരിവും പുളിയും മധുരവും എല്ലാം കലർന്ന ഒരു പൈനാപ്പിൾ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വന്നതിന് ശേഷം കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ ഒരു 25 ഗ്രാം കട്ടക്കായം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇതാ ഒരു 1.5 കിലോ പൈനാപ്പിൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ ആപ്പിൾ 2 എണ്ണം കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആപ്പിൾ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തതാണ്. പിന്നെ അതിലേക്ക് ഒരു 100 ഗ്രാം ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതാണ്. അതൊരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പുളിയുടെ പൾപ്പ് ഒരു 250 ml അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പാകത്തിനുള്ള വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ പാകത്തിന് ഉപ്പും മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ചേർന്ന് നന്നായി ഒന്ന് തിളച്ചൊന്ന് വെന്ത് വരുന്ന പാകമാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരി അധികമൊന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ മതി. പിന്നെ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ച് ഇറക്കിയതിന് ശേഷം നമ്മളത് അടിപൊളി ടേസ്റ്റോട് കൂടിയ പൈനാപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചാറോട് കൂടി ലൂസിൽ വേണം കേട്ടോ നമ്മൾ ഇത് ഇറക്കി വെക്കാനായിട്ട്. കാരണം ഇത് ഇരുന്ന് തണുക്കുമ്പോൾ ഒന്ന് കുറുകി വരും. അപ്പോൾ ഇതാ അവിടെ വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള പൈനാപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്